ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ചക്ക വരട്ടി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വീട്ടിലെ ഒരു പ്ലാവ് പോലും ഇല്ലാതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചക്ക കിട്ടാനായിട്ടുള്ള ഒരു മാർഗവും തൽക്കാലം ഇല്ല. പക്ഷേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ഇഷ്ടംപോലെ ചക്ക നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. ചക്കപ്പണി കൂടുതൽ വരുമ്പോഴത്തേക്ക് വീട്ടിലെ മഹാരാഷ്ട്രയ്ക്ക് ചെറിയൊരു മടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കളത്തിലിറങ്ങണം. അത് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നതിന് ശേഷമായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് ചക്ക വെട്ടി മുറിച്ച് ചക്കച്ചോളയൊക്കെ എടുത്ത് ഇതുപോലെ കുനുകുനാന്നിങ്ങനെ അരിഞ്ഞതിന് ശേഷം വേണം വഴറ്റിയെടുക്കാൻ. അത്യാവശ്യം ഒരു വലിയ ചക്കയുടെ പകുതിയാണ് ഞാനൊരു 2 മണിക്കൂർ എടുത്ത് ഇങ്ങനെ വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നത്. നല്ല ക്ഷമയും സമയവും ഉള്ളപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പണിയാണ് ചക്കപ്പണി, പ്രത്യേകിച്ച് ചക്ക വരട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ചക്കപ്പണി തുടങ്ങി ഞാൻ അരിഞ്ഞു തീർന്നപ്പോഴത്തേക്കാണ് ആലോചിക്കുന്നത് ചക്ക വരട്ടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് നെയ്യില്ല, ശർക്കരയില്ല, കുറച്ച് ഏലക്ക മാത്രമേ ഇരിപ്പുണ്ട്. പിന്നെ അതൊക്കെ വാങ്ങിച്ച് കിട്ടി ഇതിന്റെ പണി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് സന്ധ്യ ആയിരുന്നു കേട്ടോ. ചക്ക വരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൂടെ ചൂടായപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ചക്ക കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഒരു തേങ്ങയും പിന്നെ ഒരു പകുതി തേങ്ങയും, അതായത് 1.5 മുറി തേങ്ങ തിരിങ്ങിയത് കൂടെ ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര പാനിയോ ചീകി എടുത്ത ശർക്കരയോ ഒക്കെ ചേർക്കാം. ഞാനിവിടെ ഡബിൾ ഹോഴ്സിന്റെ ജാഗരി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സത്യത്തിൽ ഞാൻ ഈ സംഭവം, അതായത് ചക്ക വരട്ടി എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിന്റെയും കണക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഒരു ഉദ്ദേശം വെച്ചാണ് ചെയ്യുന്നത്. ശർക്കര പൗഡർ ആണെങ്കിലും ഞാനിപ്പോൾ ഒരു 6-7 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളതെല്ലാം പതുക്കെ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വിചാരിക്കുന്നു. തേങ്ങയും ശർക്കരപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ മധുരം വേണമെന്ന് തോന്നി. അങ്ങനെ വീണ്ടും ശർക്കര പൗഡർ ചേർക്കും, വീണ്ടും നെയ്യ് ചേർക്കുന്നുണ്ട്. അങ്ങനെ നെയ്യിലും ശർക്കരയിലും ഏലക്കയുടെ ഫ്ലേവറിലും ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി സ്റ്റേജ് വരെ ഇതെല്ലാം ചേർത്ത് നല്ല കറക്റ്റായിട്ട് ബാലൻസ് ആയി കഴിയുമ്പോൾ പിന്നെയുള്ള പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മഞ്ഞ കളറിലിരുന്നത് നല്ല കറുത്ത കളറിലോട്ട് വരണം. അതായത് ഉരുളി നിറഞ്ഞിരുന്ന ആ ചക്ക കഷ്ണങ്ങളെല്ലാം വെന്തുടഞ്ഞ് നെയ്യിൽ കുറുകി ഇങ്ങനെ ഒരു 1/4 വരണം. അടുപ്പിന്റെ പരിസരത്ത് നിന്ന് മാറാതെ ഏകദേശം 1 മണിക്കൂർ എടുത്തു കേട്ടോ. വലിയ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനത് ചെയ്തെടുത്തത്. നല്ലതുപോലെ നെയ്യ് ചേർത്തിരിക്കുന്നത് കൊണ്ടും അതുപോലെ നല്ല ചുവട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ടും അങ്ങനെ പെട്ടെന്നൊന്നും അടുക്കി പിടിക്കത്തില്ല കേട്ടോ. ഈ പരുവൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും കുറച്ചുകൂടെ സെറ്റ് ആവാനുണ്ടെന്ന് മനസ്സ് പറഞ്ഞു. അത് സത്യമായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും അവിടെ തന്നെ നിന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് വീണ്ടും ചുരുങ്ങി അത് കറക്റ്റ് 1/4 പരുവത്തിലോട്ട് വന്നു. അങ്ങനെ ഒരു കാലത്തും മോശം വരാത്ത രീതിയിൽ അത് നന്നായിട്ട് തന്നെ വരണ്ട് കിട്ടി കേട്ടോ. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ്, അതായത് നെയ്യൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നല്ല കറുത്ത് ഒരു ജാം പരുവത്തിലോട്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചക്കവരട്ടി ഇതായിരുന്നു കേട്ടോ. ഇങ്ങനെ ചപ്പാത്തിയും അതുപോലെ ബ്രെഡൊക്കെ നമുക്കിങ്ങനെ ജാം പോലെ എടുത്ത് തേച്ച് മടക്കി ഉപയോഗിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.